നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്ന് FC ബാഴ്സലോണ കളിക്കാൻ ഇറങ്ങുകയാണ്. ക്യാമ്പ് നൗവിലാണ് മത്സരം. ആദ്യ മത്സരം ഗംഭീരമായിട്ട് വിജയിച്ചതുകൊണ്ട് ക്യാമ്പ് നൗവിൽ ഈ കളി പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് ബാഴ്സലോണ ഉദ്ദേശിക്കുന്നത്. ബാഴ്സയുടെ എതിരാളികൾ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയാണ്. മികച്ചൊരു പോരാട്ടം നടത്താൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. അപ്പോൾ നോക്കുക, ആദ്യ കളി ബാഴ്സലോണ എൽച്ചയ്ക്കെതിരെ മത്സരമാണ് കളിച്ചത്. അന്ന് 5-0 ജയിച്ചത്. ഏതാണ്ട് അതേ സ്കോഡ് തന്നെ നിലനിർത്തിയേക്കും, പക്ഷെ ചില മാറ്റങ്ങൾ ഉണ്ടാകും. റോഡ്രി ഇന്ന് കളിക്കുമെന്ന് കോച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റോഡ്രി നമ്മൾ പ്രതീക്ഷിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ മാത്രമാണ്. റാഫിഞ്ഞ പോയ കളിയിൽ നന്നായിട്ട് കളിച്ചു. അദ്ദേഹം നമ്പർ 9 സ്പോട്ടിൽ തന്നെ വീണ്ടും കളിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുപോലെ ആൻ്റണി ഗോർഡൻ മികച്ച ഡെബ്യൂ ആണ് കഴിഞ്ഞ കളിയിൽ നടത്തിയത്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ഇപ്പോൾ മുണ്ടോ ഡിപ്പോർട്ടീവോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ മത്സരത്തിനുള്ള സ്ക്വാഡ് ഓൾറെഡി ഹാൻസി ഫ്ലിക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ക്വാഡിൽ ആരൊക്കെയാണുള്ളത് നോക്കാം. ബാഴ്സലോണ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു കാര്യം കൂടി ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്. അതായത് സാവി എസ്പാർട്ടിനെ ഇപ്പോൾ ബാഴ്സലോണ ഫസ്റ്റ് ടീം പ്ലെയറായിട്ട് ലലീഗയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ 12 ആണ്. ഏതായാലും പുതിയ ഈ ഒരു മത്സരത്തിനായിട്ടുള്ള സ്ക്വാഡ് നമ്മൾ നോക്കിയാണ്. ഗോൾ കീപ്പർമാരായിട്ട് ജോയൻ ഗാർഷ്യ, ഷെസ്നി, എദറാലർ എന്നിവർ ഉൾപ്പെട്ടിരിക്കുന്നു. ഇനി ഡിഫൻഡർമാരായിട്ട് കൻസേലോ, ബാൽഡെ, കുബാർസി, സാവി എസ്പാർട്ട്, ക്രിസ്ത്യൻസൻ, ജെറാർഡ് മാർട്ടിൻ, കൂണ്ടെ, എറിക് എന്നിവരുണ്ട്. മധ്യനിരയിലേക്ക് ഫെർമിൻ, പെഡ്രി, റോഡ്രി, ദെൻ ഓൾമോ, ബെർണാൽ, ബ്രയാൻ ഫാഡിനാസ് എന്നിവരുണ്ട്. മുന്നേറ്റ നിരയിലേക്ക് ലമീൻ യമാൽ, റഫീഞ്ഞ, അഡയേമി, ഗോർഡൻ, ഹംസ, അബ്ദുൽ കരീം എന്നിവരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെയായിരിക്കും പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുക നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. മുണ്ടോ ഡിപ്പോർട്ടീവോയുടെ ഒരു വിലയിരുത്തൽ, അതായത് ട്രെയിനിങ്ങും മറ്റുമൊക്കെ പരിശോധിച്ചതിന് ശേഷം അവർ വളരെ കൃത്യമായിട്ട് ഒരു പ്ലേയിങ് 11 പറയുന്നുണ്ട്. പ്ലേയിങ് 11 ഇങ്ങനെയാണ് ഉണ്ടാവാൻ സാധ്യത. പ്രോബിൾ 11 ഇങ്ങനെയാണ്. ഗോൾ കീപ്പറായിട്ട് ജോയൻ ഗാർഷ്യ, ഡിഫൻസിൽ കുബാർസി സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷിക്കുന്നു. കുബാർസിയും ജെറാർഡ് മാർട്ടിനും ചേർന്ന് സ്റ്റാർട്ട് ചെയ്യും. എറിക് ഗാർഷ്യ വലത് പാർശ്വത്തിൽ, ഇടത് പാർശ്വത്തിൽ ജൗ കൻസേലോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മധ്യനിരയിലേക്ക് വരുമ്പോൾ പെഡ്രിയും ബെർണാലും ഉണ്ടാകും. അറ്റാക്കിനെ സഹായിക്കാൻ ഫെർമിനായിരിക്കും. മുന്നേറ്റത്തിൽ ഇരു പാർശ്വങ്ങളിലായിട്ട് ഗോർഡനും ലമീൻ യമാലും, ഗോളടിക്കാൻ നമ്പർ 9 റോളിൽ റഫീഞ്ഞ. ഇതാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം റോഡ്രി ഇന്ന് കളിക്കും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലായിരിക്കുകയും ചെയ്യും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.